ഒരു എക്സാം എഴുതി ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി മേടിക്കണം എന്നുള്ളൊരു ഐഡിയ കുഞ്ഞിലെ മുതൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. PSC നോക്കണ്ട, നമുക്ക് ബാങ്ക് ടെസ്റ്റിലേക്ക് തിരിയാമെന്ന് പറഞ്ഞാൽ, കാരണം കുറച്ചുകൂടി പെട്ടെന്ന് ജോലി കിട്ടാൻ ഒക്കെ എളുപ്പം ബാങ്ക് ടെസ്റ്റ് ആയിരിക്കുമെന്ന്. ICD ലാൻഡ് ചെയ്തപ്പോൾ ആദ്യ നാളുകൾ എങ്ങനെയായിരുന്നു? പെട്ടുപോയി എങ്ങനെയാണോ? ഇവിടെ ഒന്ന് പഠിക്കുന്നതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഇത് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. 1995 ജാനുവരി മാസം 30 ICD അതിൻ്റെ യാത്ര ആരംഭിച്ചത്. കഴിഞ്ഞ 29 കൊല്ലത്തിനിടയിൽ ICD എന്ന ഞങ്ങളുടെ ചെറിയ പ്രസ്ഥാനം വഴി പൊതുമേഖല ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി കിട്ടിയവരുടെ എണ്ണം 13,500-ൽ അപ്പുറത്താണ്. ഈ വിജയത്തിലെ ഒടുവിലത്തെ ഒരു കണ്ണിയാണ് വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ 2023 കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ റൂറൽ ബാങ്ക് IBPS നടത്തിയ റീജിയണൽ റൂറൽ ബാങ്ക് പരീക്ഷയിൽ കേരള ഗ്രാമീൺ ബാങ്കിൽ വിഷ്ണുപ്രിയയ്ക്ക് ജോലി ലഭിച്ചിരിക്കുന്നു. 2024 ജാനുവരി മാസം 1 ആണ് ഈ റിസൾട്ട് വന്നത്. ഒരു പുതുവത്സര സമ്മാനമായിട്ട് വിഷ്ണുപ്രിയയ്ക്ക് റീജിയണൽ റൂറൽ ബാങ്കിൽ ജോലി ലഭിച്ചു. വിഷ്ണുപ്രിയയുടെ വിജയത്തിലേക്കുള്ള പ്രയാണം എങ്ങനെയായിരുന്നു എന്ന് വിഷ്ണുപ്രിയയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വിഷ്ണുപ്രിയ എവിടുന്ന് വരുന്നു, എന്ത് പഠിച്ചു? വിഷ്ണുപ്രിയ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, മൈക്രോബയോളജി. അത് കഴിഞ്ഞ് 2023 മാർച്ചിലാണ് ICDയിൽ ജോയിൻ ചെയ്ത് പിന്നീട് ഓഗസ്റ്റിലായിരുന്നു RRBയുടെ എക്സാം. ആ എക്സാമാണ് ക്ലിയർ ചെയ്ത് RRB ക്ലർക്കായിട്ട് സെലക്ഷൻ കിട്ടിയിട്ടില്ല. വിഷ്ണുപ്രിയ അപ്പോൾ ഒരുപാട് കാലമൊന്നും പഠിച്ചില്ല, 6 മാസം അല്ലേ? മാർച്ചിൽ ജോയിൻ ചെയ്തു, ഓഗസ്റ്റിൽ പരീക്ഷ അല്ലേ? എന്നായിരുന്നു പരീക്ഷ? ഓഗസ്റ്റിലായിരുന്നു പ്രിലിമിനറി. അപ്പോൾ 8 മാസം, ഒരു 5 മാസം ആണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിലിമിനറി. പിന്നെ ഓഫ് കോഴ്സ് മെയിൻസ് ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയും സംഭവിക്കാറുണ്ട് സാധാരണഗതിയിലൊരു. ഞാൻ എപ്പോഴും ജോയിൻ ചെയ്യാൻ വരുന്ന കുട്ടികളടുത്ത് പറയും, ഒരു ലോങ്കർ ടെന്യൂറിൽ പഠിക്കാനുള്ളൊരു മനസ്സോടെ വരണം. പക്ഷേ ഇഫ് എവറിത്തിങ് ഫോൾസ് ഇൻ ഇറ്റ്സ് പ്ലേസ്, വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകും എന്നതിൻ്റെ ഒരു ടെസ്റ്റ് മണിയാണ് വിഷ്ണുപ്രിയ. മൈക്രോബയോളജിയും ബാങ്കിങ്ങും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മൈക്രോബയോളജി പഠിച്ചിട്ട് ബാങ്ക് പരീക്ഷ എന്നൊരു സംഭവത്തിലേക്ക് തോന്നലുണ്ടാക്കിച്ചതാരാണ്? ഇതിനെക്കുറിച്ചൊരു അവസരം ഇങ്ങനെയും ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ ഫാമിലിയിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ റിലേറ്റീവ്സൊക്കെ ഗവൺമെൻറ് ജോലിയൊക്കെയാണ്. അപ്പം അവരാണ് ഇങ്ങനെ ഒരു എക്സാം എഴുതി ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി മേടിക്കണം എന്നുള്ളൊരു ഐഡിയ കുഞ്ഞിലെ മുതൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ചേട്ടനാണ് PSC നോക്കണ്ട, നമുക്ക് ബാങ്ക് ടെസ്റ്റിലേക്ക് തിരിയാമെന്ന് പറഞ്ഞത്, കാരണം കുറച്ചുകൂടി പെട്ടെന്ന് ജോലി കിട്ടാൻ ഒക്കെ എളുപ്പം ബാങ്ക് ടെസ്റ്റ് ആയിരിക്കുമെന്ന് ചേട്ടൻ പറഞ്ഞു. പിന്നെ നമുക്ക് നമ്മുടെ നെയ്ബറായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ICDയിൽ തന്നെ പഠിച്ച് ജോലി മേടിച്ച 2-3 ആൾക്കാർ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അവർ ഒക്കെയാണ് ICDയിലേക്ക് വരാനുള്ളത് എന്നെ പ്രചോദനമായത്. അതുപോലെ തന്നെ ബാങ്കിങ് കരിയറിലേക്കും കാരണമായത് വീട്ടുകാർ ഒക്കെ തന്നെയാണ്. ഇവിടെ വന്ന് പഠിക്കാൻ ICD ലാൻഡ് ചെയ്തപ്പോൾ ആദ്യ നാളുകൾ എങ്ങനെയായിരുന്നു? ഒരു പെട്ടുപോയി എങ്ങനെയാണോ? അതല്ല, ഇതൊരു വഴി തന്നെയാണ്, എനിക്ക് എന്തൊരു കോൺഫിഡൻസ് ആണ്, എന്താണ് ആ ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? ICDയിലേക്ക് വന്നത് തന്നെ ഇവിടുത്തെ കണ്ടീഷൻസ്, അതായത് ഇവിടെ എങ്ങനെയാണ് കോച്ചിങ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. അതായത് നല്ല കോച്ചിങ് ആണ്, അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ചുറ്റുപാടും വളരെ നല്ലതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. ഇവിടെ വന്നപ്പോഴായാലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ്, ഇവിടെ വന്ന് പഠിക്കുന്നതിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ബെനിഫിറ്റ്, നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ഇത് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു. അപ്പം നമുക്ക് ഒരു തരത്തിലും ഒരു പുറകോട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാവരും ഇതിന് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്കൊരു മടി കാണിക്കാനോ അങ്ങനെയൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എപ്പോൾ നോക്കിയാലും പഠിക്കാനുള്ള ഒരു ചിന്ത ഈ ഒരു ആംബിയൻസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതാണ് ICDയിൽ വന്നതെന്ന് എനിക്ക് കിട്ടിയ ഒരു. ICDയുടെ ഈ കോമൺ സ്റ്റഡി ഫെസിലിറ്റീസ്, ഇപ്പോൾ നിങ്ങൾ ലൈബ്രറി എന്ന് പറയുന്ന സംവിധാനം, ഇതൊക്കെ രാവിലെ 5 മണിക്ക് നിങ്ങൾക്ക് തുറന്നു നൽകപ്പെടും. അത് 10 മണി വരെയോ 11 മണി വരെയോ നിങ്ങൾക്ക് വൈകിട്ടും അവൈലബിൾ ആണ്. ഇതിൽ എത്രത്തോളമൊക്കെ വിഷ്ണുപ്രിയ ഉപയോഗിച്ചിട്ടുണ്ട്? ഞാൻ ലൈബ്രറിയിൽ പോയിരുന്നല്ല കൂടുതൽ പഠിച്ചത്, നമുക്കതല്ലാതെ സ്റ്റഡി സ്പേസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഇരുന്നാണ് ഞാൻ പഠിക്കാറുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്സാം എടുത്തപ്പോഴാണ് നമ്മുടെ ലാബ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അതുവരെ ഞാൻ ഫോണിലുള്ള മോക്ക് ടെസ്റ്റുകളും അത് നമ്മുടെ ICD തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റുകളും തന്നെയാണ് ഫോണിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് എക്സാമിന് ഒരു 2-3 ആഴ്ച ഉള്ളപ്പോഴാണ് സത്യം പറഞ്ഞാൽ ലാബ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റേതായ ചേഞ്ച് എനിക്ക് എക്സാമിന് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്റ്റഡി റൂമിൽ രാവിലെ എനിക്ക് വെച്ചാൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ എൻ്റെ
റുട്ടീൻ മാറും. ആദ്യം കുറച്ച് നാൾ വെളുപ്പിന് എണീറ്റിരുന്നിട്ടായിരിക്കും പഠിക്കുക, കുറച്ച് നാൾ ലേറ്റ് നൈറ്റ് ഇരുന്നിട്ടായിരിക്കും പഠിക്കുക. അപ്പം അങ്ങനെ ആ ടൈം എന്നാണ് പറയുന്നത്. സോ ബി ഇൻകൺസിസ്റ്റന്റ്. അങ്ങനെ സ്റ്റഡി റൂം യൂസ് ചെയ്തിട്ട് തന്നെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. 4 സബ്ജക്റ്റുകളാണ്, ടോപ്പിക്കുകളാണ് ഈ പരീക്ഷയ്ക്കുള്ളത്. ഇപ്പം കണക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ടെസ്റ്റ് ഓഫ് റീസണിങ്, ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, ടെസ്റ്റ് ഓഫ് ജനറൽ അവയർനെസ്. ഇങ്ങനെ 4 ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടുള്ളത്. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട് വിഷ്ണുപ്രിയയ്ക്ക് തോന്നിയത്? മൈക്രോബയോളജി കഴിഞ്ഞ ഒരാൾക്ക് ചാലഞ്ചിങ് മൈക്രോബയോളജി കഴിഞ്ഞെന്നുള്ള രീതിയിലല്ല, എനിക്ക് ഇംഗ്ലീഷ് എപ്പോഴും ടഫ് തന്നെയായിരുന്നു. നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നത് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിന് പഠിക്കാൻ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ന്യൂസ് പേപ്പർ വായിക്കാനാണെങ്കിൽ എപ്പോഴും നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് ന്യൂസ് പേപ്പർ വായിക്കണം എന്ന് തന്നെയായിരുന്നു. അപ്പം ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു. നമുക്ക് ടീച്ചേഴ്സ് എപ്പോഴും സെൻറ്റൻസ് കറക്ഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റൻസ് ബ്രേക്ക് ചെയ്ത് പഠിക്കുക, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അതൊക്കെ യൂസ് ചെയ്ത് ന്യൂസ് പേപ്പർ വായിക്കാൻ ആദ്യം മുതൽ അങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്ഷണലായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത്, എറർ സ്പോട്ടിങ്ങിൻ്റെയൊക്കെ സെക്ഷണൽ ടെസ്റ്റുകളൊക്കെ ചെയ്ത്, അങ്ങനെയാണ് ഞാൻ തുടക്കം മുതൽ ഇംഗ്ലീഷ് ഒന്ന് എൻ്റെ പരിധിയിലാക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഒരു പരിധി വരെ എനിക്ക് കഴിഞ്ഞിട്ട്, അതായത് ഏറ്റവും മോശമായിട്ടുള്ളൊരു അവസ്ഥയിൽ നിന്ന് എനിക്കതൊന്ന് കയറി വരാൻ, നെഗറ്റീവുകൾ കുറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട്. കണക്ക് സ്ട്രാറ്റജി എന്തായിരുന്നു കണക്ക് പഠിക്കുന്നതിൻ്റെ? പൊതുവിൽ കണക്ക് പലർക്കും ബാലികേറമലയാണ്. കണക്ക് ഉണ്ടോ എന്നറിഞ്ഞ് ഭയപ്പെട്ട് തന്നെ ഈ പരീക്ഷ ഏറ്റെടുക്കാത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വിഷ്ണുപ്രിയ ഈ പഠനം തുടങ്ങിയ സമയത്ത് കണക്ക് എവിടെയായിരുന്നു? കണക്ക് എങ്ങനെയാണ് വരുതിയിൽ വരുത്തിയത്? ഒന്ന് പറയൂ. മാത്സ് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ആയിരുന്നില്ല, എന്നാലും ഇംഗ്ലീഷിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഐഡിയ ഉണ്ടായിരുന്നു മാത്സ് ചെയ്യാനായിട്ട്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള മെത്തേഡ്സൊക്കെ കുറേയൊക്കെ എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ ടീച്ചേഴ്സിൻ്റെ പുതിയ തരത്തിലുള്ള ട്രിക്കുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. ആദ്യ സമയത്ത് എങ്ങനെ അത് പഠിച്ചു വന്നതെന്ന് വെച്ചാൽ, നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ആദ്യം നമുക്ക് എടുത്തു തരുന്നത്. ആ തരുന്ന ക്വസ്റ്റ്യൻസും 3-4 തവണ ആ തരുന്ന മെറ്റീരിയൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ആപ്പിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ മാക്സിമം ചെയ്ത് പഠിച്ച് പിന്നെയാണ് പുറത്തുനിന്ന്, അതായത് വേറെ എക്സാമുകളും വേറെ സെക്ഷണൽ ക്വസ്റ്റ്യൻസൊക്കെ എടുത്ത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു. നമ്മുടെ മെറ്റീരിയലിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് അത് തന്നെ മാക്സിമം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ടോപ്പിക് വൈസ് തന്നെ ചെയ്ത് പഠിച്ചാണ് ഒരു ഐഡിയ ഞാൻ ക്ലിയർ ആക്കിയത്. അങ്ങനെയാണ് മാത്സ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് ആപ്പിലുള്ളതായാലും നമുക്ക് തരുന്ന എക്സാമുകൾ, ഡെയിലി നമുക്ക് എക്സാമുകൾ തരും. ആ എക്സാമിലുള്ള എക്സാം കഴിഞ്ഞ് സെക്ഷണൽ അനാലിസിസ് ചെയ്യുമ്പം ആ ക്വസ്റ്റ്യൻസും മാത്സിനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്താണ് നമ്മുടെ ICDയുടെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആയാലും മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻസ് ആയാലും പിന്നെ നമ്മുടെ ബാക്കി ആപ്പിലുള്ള ബാക്കി ക്വസ്റ്റ്യൻസും അത് കൂടുതലും അത് തന്നെ ചെയ്തിട്ടാണ് മാത്സ് പഠിക്കാൻ. ഇപ്പോൾ 2024 ജാനുവരി മാസത്തിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. പത്രവായനയും ഇനിയും അതൊക്കെ തന്നെ വീണ്ടും തുടരുക. വളരെ ഉന്നതമായ പദവികളിലേക്ക് എത്തട്ടെ. ഐ പേഴ്സണലി ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ICD വിഷ് യു എ വെരി ബ്രൈറ്റ് ബാങ്കിങ് കരിയർ. മേ ഗോഡ് ബ്ലസ്. ഒറ്റ കാര്യം കൂടെ, ഇനി പ്രോസ്പെക്റ്റീവ്ലി പഠിക്കാൻ വരുന്നവർക്ക് വിഷ്ണുപ്രിയ നൽകുന്ന മാർഗനിർദ്ദേശം അഥവാ ഉപദേശം എന്തായിരിക്കും? എല്ലാവരും ഇപ്പോൾ ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് കരുതിയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ്, GA എന്ന് പറയുന്നത്. അത് ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞങ്ങളുടെ ബാച്ച് വന്ന് പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ കറണ്ട് അഫയേഴ്സും GAയും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡെയിലി രാത്രി ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് അന്നത്തെ ന്യൂസുകൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ന്യൂസ് പേപ്പർ മേടിച്ച് നമ്മൾ ഓരോരുത്തരും ഒരു പ്രത്യേക സമയം അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്കും ന്യൂസ് പേപ്പർ വായിക്കാൻ. അങ്ങനെ പേപ്പർ എടുത്ത് വായിച്ച് ന്യൂസ് നോട്ട് ചെയ്ത്, അതുപോലെ ഈ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ നമുക്ക് വീക്കിലി തരുന്ന ICD പ്രൊവൈഡ് ചെയ്യുന്ന ക്വിസ് ഉണ്ടായിരുന്നു. അതെല്ലാം എന്നും അത് വായിക്കും, റിവൈസ് ചെയ്യും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് തന്നെ മെയിൻസിൻ്റെ സമയത്ത് GA പഠിക്കാൻ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രിലിംസിൻ്റെ റിസൾട്ട് വന്നിട്ട് GA പഠിക്കാമെന്നുള്ള ഒരു തീരുമാനം മാറ്റി വയ്ക്കണം. എല്ലാവരും ആദ്യം മുതലേ, നിങ്ങൾ വരുന്നതിൻ്റെ പിറ്റേ ദിവസം മുതലേ നിങ്ങൾ പഠിച്ചു തുടങ്ങി അത്രയും നല്ലതായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. GA എല്ലാവരും ഫോക്കസ് ചെയ്യണം. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പഠിക്കുന്നവരോടും ഇനി പഠിക്കാനായി ഉദ്ദേശിച്ച് വരുന്നവരോടും പറയാനുള്ള കാര്യം ഇതാണ്. ജനറൽ അവയർനെസ് ആദ്യം മുതൽ തന്നെ വരുതിയിലാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അക്കാദമികമായ പരീക്ഷകൾക്ക് പഠിക്കുമ്പോൾ
പത്രവായന പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ മത്സര പരീക്ഷകൾക്ക് നിങ്ങളുടെ ഭാഷ, ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യവും പൊതുവിജ്ഞാനവും സുപ്രധാനമാണ്. പൊതുവിൽ എല്ലാ പേർക്കും വരുന്ന ഒരു പ്രശ്നമാണ്, അവർ ജനറൽ അവെയർനെസ് എന്നത് ഒരു ബാക്ക് സീറ്റിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് കണക്കിനും റീസണിങ്ങിനും മാത്രം എംഫാസിസ് കൊടുക്കും. വിഷ്ണുപ്രിയ ആദ്യം മുതലേ തന്നെ ആ ഒരു സംഭവം മനസ്സിലാക്കി ആദ്യം മുതലേ തന്നെ ജനറൽ അവെയർനെസ് പഠിച്ചു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഒരു പക്ഷേ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ഒരു തിളക്കമാർന്ന വിജയം നേടാൻ വിഷ്ണുപ്രിയയെ സഹായിച്ചത് നേരത്തെ തന്നെ ജനറൽ അവെയർനെസ് പഠിച്ചു തുടങ്ങണം എന്ന ഒരു തിരിച്ചറിവും അതിന് അനുയോജ്യമായ പ്രവർത്തനവുമായിരുന്നിരിക്കണം. നല്ലത് വരട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ. മേ ഗോഡ് ബ്ലെസ്.